ഈ ഒരു സെഷനിൽ എങ്ങനെ നമുക്ക് ഒരാളുടെ പേര് ജർമ്മൻ ഭാഷയിൽ ചോദിക്കാൻ കഴിയും എന്ന് നോക്കാം. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലോസ് ഗേറ്റ്സ്. വി ഹൈസ് ടു. അതായത് വാട്ട് ഈസ് യുവർ നെയിം, അതല്ലെങ്കിൽ എന്താണ് നിൻ്റെ പേര്, അല്ലെങ്കിൽ നമ്മൾ വളരെ കാഷ്വലായിട്ട് ചോദിക്കും പേരെന്താ. വി ഹൈസ് ടു. നമുക്ക് ഈ ഒരു രീതിയിൽ ചോദിക്കാൻ കഴിയുക നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ സെയിം ഏജിലുള്ള ആളുകളോടോ ആണ് നമ്മൾ വി ഹൈസ് ടു എന്ന് ചോദിക്കുക. ഒരിക്കലും ഫോർമലായിട്ടുള്ള ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു ഓഫീസറിനോട് ഒരിക്കലും ഇത് ചോദിക്കാൻ പാടില്ല. und du, നീയോ അല്ലെങ്കിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ പേരാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരാളോട് നമ്മൾ പേര് ചോദിച്ചു, അയാൾ നമ്മളോട് പേര് പറഞ്ഞു, അതിനുശേഷം അയാൾ വീണ്ടും നമ്മളോട് വി ഹൈസ് ടു ചോദിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ചോദിക്കാം, എന്ത് ചോദിക്കാം, und du എന്ന് ചോദിക്കാം. നീയോ, നിങ്ങളുടെ പേരെന്താണ് അല്ലെങ്കിൽ നിൻ്റെ പേരെന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വിചാരിക്കുക നിങ്ങളുടെ ഓഫീസിലുള്ള ആളുകൾ അല്ലെങ്കിൽ അൺനോൺ പേഴ്സൺ, നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരു ആളാണ്, അല്ലെങ്കിൽ ടീച്ചറാണ്, അല്ലെങ്കിൽ ഹയർ ഒഫീഷ്യലായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് നമുക്ക് പേര് ചോദിക്കണം. അപ്പോൾ ഒരിക്കലും നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ ഫ്രേസുകൾ ഉപയോഗിക്കാൻ പാടില്ല. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, വി ഹൈസ് ആൻഡ് സി. അതായത് താങ്കളുടെ പേരെന്താണ്, വളരെ റെസ്പെക്റ്റ്ഫുള്ളി നമ്മൾ ചോദിക്കുകയാണ്. അതായത് നിങ്ങളുടെ പേരെന്താണ്, വളരെ റെസ്പെക്റ്റോടുകൂടിയാണ് ചോദിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെല്ലാം എങ്ങനെ മറുപടി നൽകാം എന്ന് നോക്കാം. ഫോർമൽ ആണേലും ഇൻഫോർമൽ ആണേലും നമുക്ക് ഒരേ രീതിയിൽ മറുപടി നൽകാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് വി ഹൈസ് ടു എന്ന് ചോദിച്ചാലും വി ഹൈസ് ആൻഡ് സി ചോദിച്ചാലും ഒരേ മറുപടി ആയിരിക്കും നമുക്ക് പറയാൻ കഴിയുക. നമുക്കിങ്ങനെ പറയാൻ സാധിക്കും, ഇഹ് ഹൈസ് നിക്കിൻ, എൻ്റെ പേര് നിക്കിൻ എന്നാണ്. സ്ത്രീ ആണേലും അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഇഹ് ഹൈസ് അന്ന. അപ്പോൾ വീഡിയോ പോസ് ചെയ്യാം, നിങ്ങളുടെ പേര് ഇതുപോലെ തന്നെ പറയുക. വി ഹൈസ് ടു എന്താണ് നിങ്ങളുടെ പേര് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് യുവർ നെയിം, യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് വിളിക്കപ്പെടുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ മീനിങ് വരിക. വി ഹൈസ് ആൻഡ് സി ഫോർമലായിട്ട് നമ്മൾ പേര് ചോദിക്കുകയാണ്. und എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. ഈ ഒരു വാക്ക് ആൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൂടെ, ഒപ്പം, അല്ലെങ്കിൽ പിന്നെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Gleichfalls, സെയിം ടു യു എന്നാണ്, അതുതന്നെ നിനക്കും ആശംസിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യണം, യൂട്യൂബിലാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.